ഹലോ, ജോജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇതിപ്പോൾ കടച്ചക്കയുടെ സീസണാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ജോജുമ കടച്ചക്ക വെച്ചിട്ട് അതും കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 റെസിപ്പീസാണ് നമുക്കിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് കടച്ചക്ക വറുത്തതാണ്. അത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കാനേ കിട്ടാത്ത ഒരു ഐറ്റം ആയിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ ഉമ്മ കുറേ കടച്ചക്ക എടുത്തിട്ട് ഒരുപാട് വറുത്ത് രാത്രിയൊക്കെ നിന്നിട്ട് ഒരുപാട് ലേറ്റ് നൈറ്റൊക്കെ നിന്നിട്ടാണ് ഇത് വറുക്കുന്നത്. അത്ര അധികം ഉണ്ടാവും. ഇത് അരിയാൻ തന്നെ വലിയൊരു പണിയാണ്. കാര്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ഒരു പശയുള്ള ഭാഗമൊക്കെ കളഞ്ഞ് ഏറ്റവും നൈസായിട്ട് ഇതിനെ നുറുക്കിയെടുത്ത് കട്ടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഒരുമാതിരി ചതഞ്ഞ പോലത്തെ ഒരു പരുവാവും അത് വറുത്ത് വരുമ്പോൾ. അപ്പോൾ ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് ഒക്കെ ചെയ്തെടുക്കുന്നതാണ്. ഇന്നിപ്പോൾ കുറേ കടകളിലൊക്കെ ഇത് കടച്ചക്ക ഫ്രൈ ആയിട്ട് അവൈലബിൾ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കടച്ചക്ക ഈ വറുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടച്ചക്കേനെ 4ആയിട്ട് കട്ട് ചെയ്യുക. ആദ്യം നടുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഓരോ പീസിനെയും അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിനെ ഉപ്പിട്ട വെള്ളത്തിൽ, അത് കറുത്തു പോകാതിരിക്കാൻ വേണ്ടി ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെക്കുക. അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കട്ടിയുള്ള പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലെ നല്ല കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ എല്ലാം തന്നെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ, നല്ല മുങ്ങത്തക്ക തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക. നല്ല വെളിച്ചെണ്ണയിലാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നാടൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഇതിനെ ഇളക്കാനേ പാടില്ല. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകും. അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് സമയത്തേക്ക് അതിനെ അതേപോലെ തന്നെ ഇളക്കാതെ ഇടുക. എന്നിട്ട് അതൊന്ന് ഒതുങ്ങി വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള തിളയ്ക്കലൊന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരുവിധം ഒന്ന് കളറ് മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ വല്ലാത്തൊരു കിലുങ്ങുന്ന സൗണ്ട് വരും. പിന്നെ നമ്മളത് കൈവിടാതെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയായിട്ട് പിടിക്കും. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് വേണം ഇതുപോലെ വറുക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം സമയം വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് കോരിയെടുക്കാൻ പറ്റും. കളറൊക്കെ നല്ല പാകമായിട്ട് ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറുന്ന സമയം തന്നെ നമ്മളതിനെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഒടിക്കുമ്പോൾ ഇതുപോലൊരു സൗണ്ട് കേൾക്കുന്ന ആ ഒരു പരുവമാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇതിനെ കോരി മാറ്റി വയ്ക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ ഒടിക്കുമ്പോൾ ഈ ഒരു സൗണ്ട് വരുന്ന പരുവം, അതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒരു വെളിച്ചെണ്ണ ഒട്ടും തന്നെ പിടിക്കാത്ത ഒരു ഡ്രെയിനർ വെച്ചിട്ട് കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
എനിക്ക് കൊള്ളി ചിപ്സ് അതുപോലെ കായ ചിപ്സ് അങ്ങനത്തെ ചിപ്സുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ കടച്ചക്ക വറുത്തിട്ടുള്ള ചിപ്സ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പോൾ നമുക്കതത്ര ഇപ്പോൾ ഉമ്മ 2 കടച്ചക്ക കിട്ടിയാൽ വരെ ഇതുപോലെ വറക്കും. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് എടുത്തിട്ടാണ്. കാര്യം വലിയൊരു മരമായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിലൊരുപാടുണ്ടാവും. അപ്പോൾ കേടാക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് വറുത്തിട്ട് ടിന്നുകളിലാക്കി വെക്കും. എന്നിട്ട് കുറേയൊക്കെ ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറായിട്ട് കിട്ടുന്നൊരു സാധനമായതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു കടച്ചക്ക ചിപ്സ്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് കടച്ചക്ക ദാ ഈ ഒരു സൈസിലാണ് ജൂജുമ്മ അരിഞ്ഞിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തിട്ട് ജൂജുമ്മ ഞങ്ങൾക്ക് കഴിക്കാൻ തന്ന സമയത്ത് ബീഫ് ഫ്രൈഡ് ഒരു ടേസ്റ്റ് ആയിരുന്നു ഇതിന്. ശരിക്കും അതുപോലത്തെ ഒരു പ്രിപ്പറേഷനായിരുന്നു. കുറച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതിനിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 ഭാഗം വേവായാൽ മതിയാവും. അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോൾ ദാ ഇതേപോലെ ആയിട്ടുണ്ടാവും കടച്ചക്ക. കണ്ടോ, ഇത്രേ വേവേ ആയിട്ടുള്ളൂ. ചെറുതായിട്ടേ നമ്മൾ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒഴിച്ച വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതിനെ ഈ കടച്ചക്ക വെളിച്ചെണ്ണയിലിട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതേപോലെ വെറുതെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കടച്ചക്ക. ശരിക്കും കടച്ചക്ക എങ്ങനെ വെച്ചാലും, ഇപ്പോൾ വെറുതെ പച്ചക്കറി തേങ്ങ അരച്ചിട്ട് വെച്ചാലും, ഉള്ളിയും മുളകും താളിച്ചിട്ട് തോരൻ പോലെ വെച്ചാലും ഒക്കെ കടച്ചക്ക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണല്ലേ. ഭയങ്കര സീസണലായിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാ റെസിപ്പീസും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ജൂജുമ്മ ഈ 2 ടൈപ്പിൽ ചെയ്യുന്നതും വളരെ സ്പെഷ്യലാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള 2 എണ്ണമാണ് ഇത് രണ്ടും. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു കളറ് ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം. അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഈ ജീരകത്തിൻ്റെ സ്മെല്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരിഞ്ജീരകവും ത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2ൻ്റെയും സ്മെല്ലാണ് ഈ ഒരു റെസിപ്പീനെ ഇത്രയും സ്പെഷ്യലാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് നമ്മൾ ബീഫ് ഫ്രൈയിൽ ഇടുന്നത് പോലെ തന്നെ കുറച്ച് നാളികേര കൊത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ അത് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനെയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം 2 സവാള നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഇനി നമ്മൾ ഇത്രയും ചേർത്തിട്ട് സവാള ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ബ്രൗൺ കളറായിട്ട് മാറില്ല. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ശേഷം അതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇതിലേക്കൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. ഇനി നമുക്ക് പൊടികളാണ് ആഡ് ചെയ്യാനുള്ളത്. പൊടികളായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടി മസ്റ്റാണ് കേട്ടോ. അതാണ് ഈ ഒരു റെസിപ്പീനെ ഇത്രയും സ്പെഷ്യലായിട്ട് ഉള്ള ഫ്ലേവർ അതിന് കൊടുക്കുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും പൊടികളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. അങ്ങനെ പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരേക്കും നന്നായിട്ട് ഒന്ന് വേവാനായിട്ട് വയ്ക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു പച്ച കുത്തൊന്ന് മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടച്ചക്ക ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ആ ഉള്ളിയും മസാലയും ആയിട്ടുള്ള മിക്സിലേക്ക് ഈ കടച്ചക്ക വറുത്തത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതൊന്ന് കുഴയാൻ പരുവത്തിന്, അതായത് ഇപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് യോജിക്കാത്ത പോലെ നിൽക്കുമ്പോൾ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കുമ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വരും. ഇനി അതിനെ കുറച്ച് സമയം അതുപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഫ്ലേവർ ആ കടച്ചക്കയിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുമുള്ള സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ മസാലയിലുള്ള ആ ഫ്ലേവർ എല്ലാം തന്നെ ഈ കടച്ചക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് ശരിക്കും നമ്മുടെ ബീഫ് ഫ്രൈ പോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. കടച്ചക്ക സീസണിൽ സാധാരണ ഒരുപാട് കടച്ചക്ക ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറേയൊക്കെ നശിച്ചു പോകുന്ന ഒരു സമയം നമുക്ക് ഇതുപോലെ 2 രീതിയിൽ റെസിപ്പിയായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇത് അത്രയധികം സമയം ഇരിക്കില്ലെങ്കിലും ഇത് നമുക്ക് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കടച്ചക്ക ഫ്രൈ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.